മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വയം മൂക്കുമുറിച്ച് ശകുനം മുടക്കാൻ ഒരുങ്ങുകയാണ്. പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. കേന്ദ്രം പ്രഖ്യാപിച്ച പുതിയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കുകയില്ല എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ പല പ്രഖ്യാപനങ്ങളും കേരളത്തിന്റെ ചരിത്രത്തിൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളം പതിറ്റാണ്ടുകളോളം, ഏതാണ്ട് നൂറ്റാണ്ടോളം ഇന്ന് പിറകിലാണ് സഞ്ചരിക്കുന്നത്. ഓട്ടോറിക്ഷ വന്നപ്പോൾ അതിനെതിരെ സമരം, കൊയ്ത്തുപതി യന്ത്രം വന്നപ്പോൾ അതിനെതിരെ സമരം, ട്രാക്ടർ വന്നപ്പോൾ അതിനെതിരെ സമരം, കമ്പ്യൂട്ടർ വന്നപ്പോൾ അതിനെതിരെ സമരം, അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി വന്നപ്പോൾ അതിനെതിരെ സമരം, ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് എതിരെ സമരം, സ്വാശ്രയ കോളേജുകൾക്ക് എതിരെ സമരം, വിദേശ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ കടന്നു വരുന്നതിനെതിരെ സമരത്തോട് സമരം. ചുരുക്കി പറഞ്ഞാൽ വികസിക്കാൻ സമ്മതിക്കില്ല കേരളത്തെ എന്ന് നിർബന്ധ ബുദ്ധിയുള്ള പാർട്ടിയാണ് CPIM. അതിന്റെ മുഖ്യമന്ത്രിയാണ് ശ്രീമാൻ പിണറായി വിജയൻ. ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കേൾക്കുന്നത്? പുതിയ വിദ്യാഭ്യാസ നയത്തെ കേരളത്തിൽ ഞങ്ങൾ നടപ്പാക്കാൻ അനുവദിക്കില്ല. ഏതായാലും നാളുകൾക്ക് മുമ്പ് നമ്മുടെ ആരോഗ്യരംഗത്ത് ഇതുപോലൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു നമ്മുടെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും. കേന്ദ്രം നിർദ്ദേശിച്ച പേരുകളൊന്നും ആശുപത്രിയുടെ ഭിത്തിയിൽ ഞങ്ങൾ എഴുതി വെക്കില്ല. 2.5 വർഷക്കാലം 2850 രൂപ എന്ന് പറഞ്ഞാൽ 2850 കോടി രൂപ കേരളത്തിൽ നഷ്ടപ്പെടുത്തുകയും ആശുപത്രിയിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാതെ വരികയും ചെയ്തപ്പോൾ 2.5 വർഷം കഴിഞ്ഞാൽ അതേ കാര്യങ്ങൾ കേന്ദ്രം പറഞ്ഞപടി നടപ്പാക്കിയ മുഖ്യമന്ത്രിയാണ് ഇത് പറയുന്നത്. എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ആദ്യം കോളേജ് അധ്യാപകരുടെ ശമ്പളം മുടങ്ങും, അത് കഴിഞ്ഞ് സ്കൂൾ അധ്യാപകരുടെ ശമ്പളം മുടങ്ങും, കേന്ദ്രവിരുദ്ധ സമരം നടത്തും. ഇതെല്ലാം കഴിഞ്ഞ് കേന്ദ്രം പറഞ്ഞ പുതിയ വിദ്യാഭ്യാസ നയം അതേപടി നടപ്പാക്കുകയും ചെയ്യും. പിന്നെ എന്തിനാണ് ഈ ഒരു സമര ആഭാസം? എന്തിനാണ് കേരളത്തെ വീണ്ടും വീണ്ടും തകർക്കുന്നത്? ഇതാണ് കമ്മ്യൂണിസ്റ്റ് നയം. രാജ്യം മുന്നോട്ട് കുതിക്കുമ്പോൾ കേരളം പിന്നോട്ട് പോകണം, എങ്കിൽ മാത്രമേ കമ്മ്യൂണിസം വളരുകയുള്ളൂ, എങ്കിൽ മാത്രമേ പിണറായിയുടെ മന്ത്രിസഭയ്ക്ക് മൂന്നാമതും അധികാരത്തിൽ വരാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയം. ഈ നയം കേരളത്തെ എവിടെ കൊണ്ടെന്ന് എത്തിച്ചിരിക്കുന്നു എന്ന് നമ്മൾ ഓർക്കണം. നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് മുഖ്യമന്ത്രി വളരെ അഭിമാനത്തോടെ പറയുന്നത് കേട്ടു. ഇപ്പോൾ സ്കൂളില് പണ്ടുണ്ടായിരുന്നതിനേക്കാൾ 3 ഇരട്ടി കുട്ടികൾ പഠിക്കാൻ വരുന്നു എന്ന്. കേരളത്തിലെ സ്കൂളുകളെ കുറിച്ച് നമുക്കറിയാമല്ലോ. ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ അതേപടി ആൻസർ പേപ്പറിൽ എഴുതി വെച്ചാൽ 72 മാർക്ക് കൊടുക്കണമെന്നാണ് നിർദ്ദേശം. അപ്പോൾ ഏതൊരു കുട്ടിക്കും ഇവിടെ ഈസി ആയിട്ട് പാസ്സാക്കാം. അതുകൊണ്ട് ഇന്ന് എല്ലാ കുട്ടികളും സർക്കാർ സ്കൂളുകളിലും സർക്കാർ സിലബസിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഫുൾ A+ കിട്ടാത്ത ഒരു കുട്ടിയെ കണ്ടുപിടിക്കണമെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ വെക്കേണ്ട അവസ്ഥയല്ലേ? അതായത് സ്കൂളിൽ കക്കൂസ് പണിയാൻ വന്ന മേസ്ത്രിയുടെ കൂടെ മൈക്കാടിന് വന്ന ബംഗാളിക്ക് വരെ ഫുൾ A+ കിട്ടുന്ന വിദ്യാഭ്യാസമാണ് ഇന്ന് നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്നത്. ഞാൻ ഈ പറയുന്നതിൽ ആർക്കെങ്കിലും വിരോധം തോന്നുന്നുവെങ്കിൽ എൻ്റെ അടുത്ത ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം. കേരളത്തിലെ സർക്കാർ സിലബസിൽ പഠിച്ച കുട്ടികൾ 10% പോലും MBBS പാസ്സാകുന്നില്ല, BTech പാസ്സാകുന്നില്ല, CA പാസ്സാകുന്നില്ല, MCA പാസ്സാകുന്നില്ല. അതായത് പ്രൊഫഷണൽ കോഴ്സുകളിൽ വിജയിക്കുന്നില്ല. ആരുടെ കുറ്റമാണ്? ഇപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ സ്കൂളുകളിൽ വലിയ വിജയശതമാനം ഉണ്ടെങ്കിൽ കേരളത്തിലെ കോളേജുകളിൽ പഠിക്കാൻ കുട്ടികളില്ലാത്തത്? കേരളത്തിലെ സർക്കാർ സിലബസ് അനുസരിച്ചുള്ള കോളേജുകളിൽ എന്തുകൊണ്ടാണ് സീറ്റുകളും ക്ലാസ് റൂമുകളും ഒഴിഞ്ഞു കിടക്കുന്നത്? അപ്പോൾ ഒരു കാര്യം വ്യക്തമല്ലേ, ഇതൊക്കെ വെറും ഗിമ്മിക്കാണ്. ഫുൾ മാർക്ക് കൊടുത്ത് ഫുൾ A+ കൊടുത്ത് എല്ലാവരെയും സന്തോഷിപ്പിക്കുമ്പോൾ പണി കൊടുക്കാൻ സാധിക്കുന്നില്ല, ഉന്നത വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കുന്നില്ല. ഇത് യാഥാർത്ഥ്യമല്ലേ? അപ്പോൾ വിദ്യാഭ്യാസ മേഖലയെ മുച്ചൂടും മുടിച്ചു കഴിഞ്ഞ് ഈ സംസ്ഥാനം കുളം തോണ്ടിയതിനു ശേഷം വർഷങ്ങളും പതിറ്റാണ്ടുകളും കഴിഞ്ഞ് കേന്ദ്രം നിർദ്ദേശിച്ച അതേ പുതിയ വിദ്യാഭ്യാസ നയം ഇതേ മുഖ്യമന്ത്രി ഇവിടെ നടപ്പാക്കുക തന്നെ ചെയ്യും. അതാണ് കമ്മ്യൂണിസം. കേരളം കരുതിയിരിക്കുക, നഷ്ടം നമുക്കാണ്. ഈ മുഖ്യമന്ത്രി സ്വന്തം മൂക്ക് മുറിച്ച് കേരളത്തിന്റെ ശകുനം മുടക്കുകയാണ്.